സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അതിന്റെ ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. അകത്തിരിക്കുമ്പോൾ നമ്മൾ പുറത്തു പോകുമ്പോഴൊക്കെ സൺസ്ക്രീൻ തേക്കണമെന്ന് നമ്മളിപ്പോൾ അവെയറാണ് ആ വീഡിയോ അടക്കം. സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ ബേസിക്കലി നിങ്ങൾക്ക് സൺസ്ക്രീൻസിനെ പറ്റി ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാവുമല്ലോ, ഉണ്ടാവില്ലേ? ആദ്യം നിങ്ങളുടെ ഡൗട്ടുകൾ വെച്ചിട്ടാണ് എന്റെ ഡൗട്ട് ചോദിക്കാം. ആ സ്ക്രീനിനെ പറ്റി കുറച്ചൊക്കെ ഡൗട്ടുള്ള ആൾക്കാർ ശ്രദ്ധ എഴുതിയിട്ടില്ല. അത് UVB-നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സൺസ്ക്രീനിന്റെ കപ്പാസിറ്റിനെ കാണിക്കുന്ന ഒരു ഇതാണ് ഈ മെഷറാണ് ഈ SPF എന്ന് പറയുന്നത്. ആക്ച്വലി സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ സ്കിൻ എന്ന് പറയുന്നത് സൺലൈറ്റിനോട് വരാത്ത പ്രശ്നം ഇല്ലാത്ത ആൾക്കാരാണ്. നമുക്ക് പിഗ്മെന്റേഷൻ വരും, പക്ഷേ UVB എന്ന് പറയുന്നത് പ്രധാനമായിട്ട് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുക, അങ്ങനത്തെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം SPF 30 അതായത് ഒരു 97% പ്രൊട്ടക്ഷൻ തരുന്ന ആളാണ് SPF 30 എന്ന് പറയുന്നത്. അതിപ്പോൾ ഈ SPF 50 ആയി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു 1% ഡിഫറൻസ് ആയിരുന്നു, അതായത് 98% പ്രൊട്ടക്ഷൻ ആയിരുന്നു. സോ ദാറ്റ് ഡസൻറ്റ് മേക്ക് മച്ച് ഓഫ് ഡിഫറൻസ്. സോ SPF 30 എന്ന് പറയുന്നത് ഇനഫ് ആണ് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന്. SPF 50 ഈസ് ഓക്കെ. പിന്നെ അതിൽ കൂടുതൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ തീരെ ആവശ്യമില്ല. വെറും ഈ ഒരു കൊമേഴ്ഷ്യലൈസേഷൻ്റെ ഭാഗമായിട്ടുള്ള ഹൈപ്പാണ് ശരിക്കും SPF 75, 80, 100 ഒക്കെ.